ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സർഗ എന്തോ അടിപൊളിയായിരുന്നോടാ. താങ്ക് യു. ഒരു ബ്യൂട്ടിഫുൾ സിനിമ അല്ലേ, എത്ര കണ്ടാലും മതി വരാത്ത സിനിമ. അതിലെ എല്ലാ പാട്ടുകളും സൂപ്പറാണ്. നമുക്ക് ചോദിക്കാം. ചേച്ചി സർഗ എന്തോ സർഗാത്മകമായിരുന്നു. താങ്ക് യു ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. എനിക്ക് SP വെങ്കടേഷ് സാറിൻ്റെ മ്യൂസിക്കിലുള്ള പാട്ടുകൾ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അതിൽ കൂടുതലും താരാട്ട് സോങ്സ് അദ്ദേഹം ചെയ്തതെല്ലാം പല തരത്തിലുള്ള താരാട്ടുകൾ, കുട്ടിയെ ഓർക്കുന്നതാവാം, അല്ലെങ്കിൽ ഇപ്പം ഇതിൽ തന്നെ ചാഞ്ചക്കം, അത് രേവതി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനെ ലാലേട്ടൻ കിടത്തി പാട്ട് പാടി ഉറക്കുന്നു. എത്രയോ അങ്ങനെ പാട്ടുകള്, ഇപ്പൊ മുത്തുമണി തൂവൽ, അതിനൊക്കെ ഒരു താരാട്ടിന്റെ ഒരു ഭംഗി വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇഷ്ടം പോലെ പാട്ടുകള് മലയാളത്തില് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കുട്ടികളുമായിട്ട് എനിക്കൊന്ന് കുട്ടികളുടെ മനസ്സാണ്, കുട്ടികളുടെ പാട്ടുകൾ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൊക്കെ കൊച്ചു കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കമായ ഒരു ഭാവം ഉണ്ടാകും. അപ്പം എനിക്ക് ആക്ച്വലി ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എനിക്ക് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. തോംസൺ വില്ല എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിരുന്നു. അപ്പം അത് SP വെങ്കടേഷ് സാറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം അതിലെനിക്ക് കിട്ടിയ ഒരു അവസരം, അതും ഒരു കൊച്ചുകുട്ടി, ഒരു താരാട്ടല്ല, ഒരു കെയർ ടേക്കറാണ്, നമ്മുടെ അനന്യയാണ് അഭിനയിച്ചത് അതിൽ. അപ്പൊ അനന്യയും ഒരു കൊച്ചുകുട്ടിയുമായിട്ടുള്ള ഒരു സീക്വൻസ് അങ്ങനത്തെ ആ പടത്തിൽ പാടി. പിന്നെ അതിനുശേഷം സാർ വേറെ 2-3 പ്രോജക്ട്സ് ചെയ്ത് അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഈ ഫോട്ടോസിൽ കണ്ടില്ലേ, എല്ലാവരും ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് കാണുന്നത്, അതുപോലെ ആ പ്രസറിപ്പാണ്. ശരിക്കും പാടാൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര എനർജിയാണ്. അതുപോലെ നമുക്ക് എക്സ്ട്രാ ഒരു എനർജി അദ്ദേഹം ഇങ്ങനെ പാടാം അങ്ങനെ പാടാം, ഭയങ്കര ലൈവ്ലിയാണ് അദ്ദേഹം റെക്കോർഡിങ് സ്റ്റുഡിയോ സമയത്ത്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഓർമ്മയിലേക്കാണ് ഞാൻ ആദ്യം പോയത്. ശരിക്കും ഓർമ്മകൾ അയവറക്കാൻ. അതെ. ഇങ്ങനെ ഒരു ക്യൂട്ട് സോങ്, ഇതുപോലെ അതിൽ 2-3 പാട്ടുകൾ അതുപോലെ തന്നെ. അപ്പൊ ഞാൻ പാടിയതിലൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു താരാട്ടിന്റെ ഒരു മെലഡി എപ്പോഴും ഫീൽ ചെയ്യും. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ ഒരു ശ്രദ്ധയാണോ എന്നറിയില്ല, എനിക്ക് കൂടുതലും ആ ഒരു ക്യൂട്ട്നെസ്, നിഷ്കളങ്കമായ കുട്ടി, താരാട്ട്, അതിനോടുള്ള ഒരു ക്രിയേഷൻസ് ഒരുപാട് കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ഒരു പഠിപ്പിക്കുന്ന ശൈലിയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മോളു, താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്നതിൽ. മലയാളികളെ എക്കാലത്തും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഏത് വേദിയിലും ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് കേൾക്കും, നമ്മളൊരു വേറെ തന്നെ ഒരു ലോകത്തെത്തും. അപ്പം അത്തരത്തിലൊരു പാട്ട് ബ്യൂട്ടിഫുൾ. എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം മോള് ആ ഫീലാണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് കൂടുതലും. നല്ല ഫീലോടെ പാടി, നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ഓൾറെഡി ഒരു കുയിലിൻ്റെ ഒരു കുഞ്ഞു ശബ്ദമാണ്, അതിൽ നല്ല സുന്ദരമായിട്ട് പാടിപ്പോയി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചില സ്ഥലങ്ങൾ മാത്രം ഞാൻ നോട്ട് ചെയ്തത്, അതിൽ ഒരു ഫൈൻ ട്യൂണിങ് പോലെ തോന്നി. പക്ഷെ അതല്ലാതെ ഒരു പെർഫോമൻസ് പോലെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു ഫീലിലാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് കടന്നു ചെന്നത്. അതുകൊണ്ട് മോള്, ഗോഡ് ബ്ലെസ് യു. ഇനിയും നന്നാക്കുക. പെർഫെക്റ്റ് എന്നുള്ളതല്ല, എപ്പോഴും നമ്മൾ പെർഫെക്ഷനിലേക്ക് ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ, മോളെ നല്ല പാട്ടടാ. ഈ പാട്ട് ഏത് സ്റ്റേജിൽ താര എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി അങ്ങ് ജനങ്ങൾ ഏറ്റെടുത്തോളും. അത്ര ഇഷ്ടമാണ്. അതിനൊരു ഒരു സുഖമുണ്ട്. ഇതിൻ്റെ ആ പല്ലവിയുടെ അതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ എടുത്താൽ ചരണത്തിൻ്റെ നല്ല കാര്യം. എനിക്ക് വെങ്കടേശനെ നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടുമൊക്കെ
ഒരു പാവം മനുഷ്യനാണ് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഒരു പാവമാണ്, വലിയ സിന്ദൂര പൊട്ടു ഭസ്മവും അതും ഇതും ഒക്കെ ഇട്ട് നല്ല മൊത്തത്തിൽ കാണാൻ മാലയൊക്കെ ഇട്ട്. ഭക്തി മാർഗം രുദ്രാക്ഷം ഏതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാലും വെങ്കടേശ്വരൻ്റെ പാട്ടെടുത്ത് കൊണ്ടുവന്ന് പാടിയതിൽ കുറേ സന്തോഷം മോളെ. താങ്ക് യു സർ. അതായത് നമ്മൾ ഒരു റൗണ്ട് തന്നെ ചെയ്യുന്നു, അത് എന്തൊക്കെയാലും നന്നായി. പിന്നെ ഇത് ആരാണ് ഏതാണെന്നൊക്കെ പറഞ്ഞോ കുഞ്ഞ്? മൂവി കിലുക്കം. പാടിയത് MG സാറും MG ശ്രീകുമാർ സാറും ചിത്രാമ്മയും. മ്യൂസിക് SP വെങ്കടേഷ് സാർ. എഴുതിയത് ബിച്ചു തിരുമല സാർ. ആഹാ, പിന്നെ എന്ത് വേണം, എല്ലാം ആയി. നല്ല പാട്ട് മോള് നന്നായിട്ട് പാടി കേട്ടോ, Thank you, നന്നായിട്ട് പാടി. എനിക്ക് അപ്പോൾ കുറച്ച് ഡൗട്ടുകൾ നീ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. ഇപ്പോൾ അലയൂ നീ ഒന്ന് പാടാമോ മോളെ? അലയൂ നീ അലയൂ, ഗുഡ്. ഒരു മാമ്പൂ തിരയൂ. മോളെ അതുപോലെ സൂര്യസംഗീതം അത് പാടാമോ? സൂര്യസംഗീതം മൂകമാക്കും നിൻ. അതെന്ത് ക്ലാരിറ്റി ഇല്ലല്ലോ മോളെ, എന്താണ്? ആ ക്ലാരിറ്റി ഞാൻ അത് നോക്കി, അത് മോളത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചോളുക. അതുപോലെ പിന്നെ മീനവേനലിൽ രാജ രാജ അത് പാടാം. രാജകോകിലേ താരി കോകിലേ. ഓക്കെ മോളെ. അതുപോലെ ഹേമന്ത അത് പാടാമോ? ഹേമന്തരാവ്. ഹേമന്തരാവിൽ മാഗന്ധമായി. ആ മാഗന്ധം. മാഗന്ധമായിൻ ജീവൻ. അത് ഇങ്ങോട്ട് വരുന്നത് ഒന്ന് ക്ലാരിറ്റി വരണമോ? ഗുഡ് 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 ഗുഡ്. ഓ തൃപ്തത്തില്ല കൊച്ചേ, മതി പറഞ്ഞാൽ സമ്മതിക്കത്തില്ല മക്കളെ. അതുപോലെ അത് അത് പാടാമോ? ചരണത്തിലെ ആ ചരണത്തില് മോളെ ആ നോട്ട് കാണി അതൊന്ന് പാടാമോ? തണു എന്നുള്ളത് അങ്ങോട്ട് എടുത്ത് കാണിക്കണ്ട. അത് അത് മതി. മറ്റെന്താണു പണി എന്ന് പറയുമ്പോ അതിനകത്തില്ലത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ത്രോ ചെയ്യുകയോ ചെയ്യാവൂ. മകൾ നോക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ആ പാട്ടിന് ആ ക്യാരക്ടറിന് നമുക്ക് അദ്ദേഹം ചെയ്തേക്കുന്നതിൽ ഇപ്പം മോളിത് പാടുമ്പോഴും വെങ്കടേശ്വരനെ പാടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് കേൾക്കാൻ. അത് ഇങ്ങനെ ബാൻജോയൊക്കെ ഗിറ്റാറോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പാട്ട് പാടിക്കളെ. അത് നല്ല രസമാണ് അദ്ദേഹം പാടുന്നത് കേൾക്കാൻ. അപ്പം അത് മക്കൾ അത് ഇതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. മതി. അത് നോട്ട് നമ്മൾ കാണി ഒന്ന് ഹൈഡ് ചെയ്ത് പാടിയേ. അത്രേ ഉള്ളൂ. ആഹാ അനൂപ് അസാധ്യടാ അസാധ്യം. അനൂപേട്ട ശരത് സാർ ഇങ്ങനെ പറയാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? അല്ല എനിക്കറിയാം, എനിക്ക് ഇഷ്ടം അങ്ങനൊക്കെ എന്തെങ്കിലും അവൻ എന്നെ മയക്കുക. ഇംപ്രസ് ചെയ്യിച്ചോണ്ടിരിക്കുക ഇങ്ങനെ ഓരോ നിമിഷവും. കാര്യം ഞാൻ ഒരു പ്രോഗ്രാമിന് വിളിച്ചു, അപ്പൊ അവന് ആ ഡേറ്റും ഇല്ല, അവൻ വേറെ ഏതോ അവന് പോവാ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നാൽ എന്നെ സൂചിപ്പിക്കണം, അതിനുവേണ്ടി ഇങ്ങനെ അതും ഇതൊക്കെ വായിച്ച. അതാണോ സത്യം? അല്ലല്ല, ഇതിന് വരുന്നില്ല അവൻ, അതിന് എന്നെ അങ്ങ് സൂചിപ്പിക്കുക. അപ്പൊ അത്രേ ഉള്ളു മക്കളെ. സർഗ മോളെ, എന്തോ എന്ത് ക്യൂട്ട് സോങ് അല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് കിലുക്കത്തിലെ മറ്റുള്ള എല്ലാ പാട്ടിനേക്കാളും എനിക്ക് ഈ പാട്ട് ഇഷ്ടം അന്ന് മുതലേ. കിലുക്കം കണ്ടോ? കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്. എനിക്കൊന്ന് ഗോഡ് ഫാദറും കിലുക്കമാണ് ഏറ്റവും കൂടുതൽ ദിവസം ഓടിയത്. ഒരു വർഷത്തിന് മേലെ ഓടി, 365 ദിവസത്തിന് മേലെ ഓടി. ആ ഇന്നിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ലാലേട്ടനും തിലകൻ ചേട്ടനും രേവതിയൊക്കെ
തകർത്താടിയ പടമാണ്. ജഗതി. അമ്പിളിച്ചേട്ടൻ, അതെ. എല്ലാവരും എല്ലാവരും ഓർത്തു. എന്തൊരു സിനിമയാണ്, എന്തൊരു രസം. ഇത്രയും സത്യം. ബെസ്റ്റ് എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിലേ ഉണ്ടായിട്ടില്ല കരയാനും അല്ലേ? എല്ലാ ഇമോഷൻസും ഉള്ള സിനിമയാണ്, അതെ. അസാധ്യ സിനിമയാണ്. അപ്പോൾ ആ പടത്തിലെ പാട്ട് മോള് പാടിയപ്പോൾ ആ ഓർമ്മകളൊക്കെ ഒരുപാട് ഓടി വന്നു. മോളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടി. എനിക്ക് ഭയങ്കര ആ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാടി. താങ്ക് യു സർ. നല്ല ക്യൂട്ടായിരുന്നു പാടിയത് കേൾക്കാൻ. താങ്ക് യു സർ. മഞ്ജരി പറഞ്ഞ പോലെ SP സാറിന്റെ ഈ പാട്ടുകളിലൊക്കെ ഒരു അലിവ് അല്ലേ, സ്നേഹം, താരാട്ടിന്റെ ഇണമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. എത്രയോ വെറൈറ്റിയാ ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോ അല്ലേ. എത്ര പാട്ടുകൾ. അതിനെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും. ആണല്ലേ, പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് അങ്ങ് പാടിയേക്കാണ്. ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര എനർജിയാണ്. ഇപ്പൊ ഈയിടയ്ക്ക് വീണ്ടും സൂപ്പർ ഹിറ്റ് ആയില്ലേ ശാന്തമീ രാത്രിയിൽ. ശാന്തവീരാത്രി ഭയങ്കര ട്രെൻഡിങ് ആയില്ലേ മറ്റേ ഈ തുടരും ഇല്ല പാട്ട് വന്നപ്പോഴത്തേക്കും. അപ്പൊ അതാണ് കാലാതീതമായ സംഗീതം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മഹാനായ കലാകാരന്റെ പാട്ട് ഇവിടെ മോള് നല്ല പാട്ട് ഇവിടെ പാടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. ഒരുപാട് നന്നായിരിക്കട്ടെ എപ്പോഴും പാട്ടിൽ കേട്ടോ. താങ്ക് യു സർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു മനോജേട്ടാ. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. മഞ്ജരി ചേച്ചി. സർഗയ്ക്ക് 8.3. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. സർഗയ്ക്ക് 8.4. താങ്ക് യു സർ. താങ്ക് യു സർ. മനോജേട്ടാ. സർഗയ്ക്ക് സ്നേഹം. So total 16.7. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.